എണ്ണമറ്റ ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തോതിലുള്ള പങ്കാളിത്തം പ്രകടമായിരുന്നു. ഇരു ഹറമുകൾക്കും പുറമെ സൗദിയിലെ 50-ലേറെ ഈദ്ഗാഹുകളിലും ആയിരക്കണക്കിന് പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ദമാം, റിയാദ്, ജിദ്ദ ഉൾപ്പെടെ എല്ലാ പ്രവിശ്യകളിലും ഈദ്ഗാഹുകൾ ജനനിബിഡമായിരുന്നു. അറബ് ജനതയ്ക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസി സമൂഹവും ഈദ് നമസ്കാരത്തിൽ പങ്കുചേർന്നു. ദുബൈ അൽമനാർ ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മൗലവി അബ്ദുസലാം മോങ്ങൻ നേതൃത്വം നൽകി. ഹബീബ് റഹ്മാൻ സുലാഹിയുടെ നേതൃത്വത്തിലായിരുന്നു ഷാർജയിലെ ഈദ്ഗാഹ് നടന്നത്. മസ്കത്തിലെ ഖാല അൽ റുസൈക്കി ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് MI അബ്ദുൽ അസീസ് നേതൃത്വം നൽകി. തീവ്രവാദം ഉൾപ്പെടെ സാമൂഹിക വിപത്തുകൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പെരുന്നാൾ കുത്തുബകളിൽ ഇമാമുമാർ പ്രത്യേകം ഉണർത്തി. കുവൈത്തിൽ മാത്രം മലയാളികളുടെ നേതൃത്വത്തിൽ 20ഓളം ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു. ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പതിനായിരങ്ങളാണ് പങ്കുചേർന്നത്. നമസ്കാരാനന്തരം പരസ്പരം ആലിംഗനം ചെയ്ത് ജനങ്ങൾ ഈദ് ദിന സന്ദേശം കൈമാറി. മൃഗബലി, കുടുംബ സൗഹൃദ സന്ദർശനം, അയൽ രാജ്യങ്ങളിലേക്കും മറ്റുമുള്ള യാത്രകൾ എന്നിവയിലൂടെ പെരുന്നാളിന്റെ പൊലിമ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റുവാങ്ങുകയാണ് സ്വദേശികൾക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെ ഗൾഫിലെ പ്രവാസി സമൂഹവും. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രവാചക സന്ദേശം മുറുകെ പിടിക്കാനുള്ള ആഹ്വാനമായിരുന്നു ഗൾഫിലുടനീളമുള്ള പള്ളികളിലും ഈദ്ഗാഹുകളിലും ഉയർന്നു കേട്ടത്. അറബ് ജനതയ്ക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും